ശ്രീ മഹാദേവീ നമഃ. നമസ്കാരം. ദേവീനാരായണീയം ദശകം 17. സുദർശന ചരിത്രം തുടരുകയാണ്. യുധാജിതം ശത്രുജിതം ജഹത്വാ രണാങ്കണസ്ഥാനുദിഭി പ്രസന്ന സുബാഹുമുഖ്യാൻ അനുഗൃഹ്യ ഭക്താൻ സർവേഷു പശ്യസ്സു തിരോദധാഥ. നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ കാശി രാജ്യത്ത് എത്തിച്ചേർന്നതായിട്ടുള്ള സുദർശനൻ കാശി രാജകുമാരിയായിട്ടുള്ള ശശികലയെ വിവാഹം കഴിച്ചുവെന്നും അവിടെ നിന്ന് മടങ്ങി പോരാൻ തുടങ്ങുമ്പോഴാണ് യുധാജിത്ത് സൈന്യങ്ങളോടുകൂടി സുദർശനനെ തടയുകയും വലിയൊരു യുദ്ധമാണ് പിന്നീട് അവിടെ നടന്നത്. തന്നെ സൈന്യങ്ങളോടുകൂടി യുധാജിത്ത് ആക്രമിക്കാൻ വരുന്ന സമയത്താണ് സുദർശനൻ കാമരാജമന്ത്രത്തെ ജപിച്ചു എന്നും അവിടെ ദേവി സിംഹാരൂഢയായി യുദ്ധരംഗത്ത് പ്രത്യക്ഷപ്പെടുകയും എന്നാൽ അതൊന്നും ഗൗനിക്കാതെയാണ് യുധാജിത്ത് ആക്രമണം തുടർന്നത്. ആ ഒരു യുദ്ധത്തിൽ യുധാജിത്ത് കൊല്ലപ്പെടുകയാണ്. യുധാജിത്തിന്റെ പുത്രിയുടെ പുത്രനായിട്ടുള്ള ശത്രുജിത്ത്, ആ ശത്രുജിത്തും കൊല്ലപ്പെട്ടു. ഇതെല്ലാം കണ്ട് ശശികലയുടെ പിതാവായിട്ടുള്ള സുബാഹു വളരെ ഭക്തിപൂർവം ദേവിയെ സ്തുതിക്കുകയും അവരുടെ എല്ലാം സ്തുതി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ദേവി എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് അന്തർധാനം ചെയ്തു. പൃഷ്ടോ നൃപാൻ പ്രാഹ സുദർശനസ്താൻ ദൃഷ്ട്വാ ഭവദ്ഭി ഖലു സർവശക്ത യാ നിർഗുണാ യോഗിഭിരപ്യദൃശ്യ ദൃശ്യാച ഭക്തൈ സഗുണാവിനീതൈ. അവിടെ വന്നുകൂടിയതായ മറ്റ് രാജാക്കന്മാർ അവർ സുദർശനോട് ചോദിക്കുകയാണ്, ഈ യുദ്ധത്തിൽ അങ്ങയെ സഹായിക്കുവാനായി ആവിർഭവിച്ചതായ ദേവി ആരാണ്? അവരുടെ ചോദ്യം കേട്ട് സുദർശനൻ ദേവീ മഹത്വം എന്ത് എന്ന് അവർക്ക് കേൾപ്പിച്ചു കൊടുത്തു. ദേവി നിർഗുണയാണ്, സഗുണയുമാണ്. നിർഗുണയായ ദേവി യോഗികൾക്ക് പോലും ദൃശ്യമല്ല, എന്നാൽ സഗുണയായിട്ട ദേവിയെ ഭക്തന്മാർക്ക് കാണാൻ കഴിയും. യുധാജിത്തിനും പൗത്രനായിട്ടുള്ള ശത്രുജിത്തിൻ്റെയൊക്കെ മുന്നിൽ ദേവി അവർക്കും ദർശനം നൽകിയെങ്കിലും അവർക്ക് ദേവിയെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ഭക്തി കൊണ്ടും വിനയം കൊണ്ടും മാത്രമേ അറിയാൻ സാധിക്കൂ. യാ രാജസീതം സൃജതീവ ശക്തിർയാ സാത്വികീ പാലയതീവ വിശ്വം യാ താമസീ സംഹരതീവ സർവം സദ്വസ്തു സൈവാന്യരസത് സമസ്തം. ദേവി നിർഗുണയും സഗുണയുമാണ്. യോഗികൾ നിർഗുണഭാവത്തിലും ഭക്തന്മാർ സഗുണഭാവത്തിലും ആരാധിക്കുന്നു.
ഈ വിശ്വത്തിനെ, പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നതും അതിനെ പാലനം ചെയ്യുന്നതും സംഹരിക്കുന്നതുമെല്ലാം അവിടുന്ന് തന്നെയാണ്. സമുദ്രത്തിലെ ജലം തിരയും നുരയും പതയും സൃഷ്ടിക്കുന്നു. അല്പസമയം അവയെ നിലനിർത്തുകയും ഒടുവിൽ സമുദ്രത്തിലേക്ക് അതിനെ ലയിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ തിരയായും നുരയായും പതയായും നീർക്കുമിളയായും എല്ലാം പ്രത്യക്ഷപ്പെടുന്നത് ജലം തന്നെയാണ്. ആ സമുദ്രജലത്തിൽ നിന്ന് അന്യമായി അവിടെ ഒന്നും ഉണ്ടാവുന്നില്ല. ആ ജഗദംബിക വിശ്വത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നതും ഇതുപോലെയാണ്. ദേവിയിൽ നിന്ന് അന്യമായി ഒന്നും ജനിക്കുന്നില്ല. ഭൂതഭാവി വർത്തമാന കാലങ്ങളിലും ഉള്ളത്, സത്യമായിട്ടുള്ളത്, സനാതനമായിട്ട് ഉള്ള സദ്വസ്തു, അത് ദേവി തന്നെയാണ്. നിർഗുണയായ ദേവി രജോ ഗുണത്തെ സ്വീകരിച്ചുകൊണ്ട് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നു. സത്വഗുണത്തെ സ്വീകരിച്ച് സർവത്തെയും പാലിക്കുന്നു. തമോ ഗുണം സ്വീകരിച്ച് സർവ്വതിനെയും സംഹരിക്കുന്നു. സൃഷ്ടിക്കുന്നതും സൃഷ്ടിക്കുള്ള ഉപകരണവും സൃഷ്ടിയുടെ അധിഷ്ഠാനവും ആ ദേവി തന്നെയാണ്. ഭക്താർത്തിഹന്ത്രി കരുണാമയീ സാ ഭക്തദ്രുഹാം ഭീതികരീ പ്രകാമം വസൻ ഭരദ്വാജ തപോവനാന്തേ ചിരായ മാത്രാ സഹതാം ഭജേഹം. ദേവി കരുണാമയിയാണ്. ഭക്തന്റെ സങ്കടത്തെ ഇല്ലാതെയാക്കുന്ന ആർത്തിനാശിനിയാണ് ദേവി. ഭക്തനെ ദ്രോഹിക്കുന്നവരെ തക്കതായ രീതിയിൽ ശിക്ഷിക്കുകയും ചെയ്യും. അത് കാശീനഗരത്തിൽ തന്നെ എല്ലാവർക്കും വ്യക്തമായതാണ്. സുബാഹുവും സുദർശനനുമെല്ലാം അനുഗ്രഹമാണ് ലഭിച്ചത്. യുദ്ധാജിത്തിനും ശത്രുജിത്തിനും നാശമാണുണ്ടായത്. ഭരദ്വാജ ആശ്രമത്തിൽ വസിക്കുന്ന കാലം മുതൽ സുദർശനൻ ദേവിയുടെ കാമരാജ മന്ത്രത്തെ ഉപാസിച്ചുകൊണ്ട് ആരംഭിച്ചതായിട്ടുള്ള ആ ദേവീ ഭജനം, അതിൻ്റെ ഫലം സുദർശനന് ലഭിക്കുകയും ചെയ്തു. ത്വമേവ ഭക്തിയാ ഭജദേഹ ഭുക്തി മുക്തിപ്രദാ അസ്തു ശുഭം സദാവ ശ്രുത്വേദമാനം പ്രമുഖാസ്തഥേതി സമ്മന്ത്ര്യ ഭൂപാശ്ച തതോ നിവൃത്ത. മറ്റു രാജാക്കന്മാർക്കും ദേവിയുടെ പ്രഭാവം, കാരുണ്യം, ഇതെല്ലാം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു സുദർശനൻ തന്നെ. സുദർശനന്റെ മുന്നിൽ വിനയത്തോടുകൂടി തല താഴ്ത്തിക്കൊണ്ടാണ് ആ ദേവിയെ ഭജനം ചെയ്യണമെന്ന ദൃഢനിശ്ചയത്തോടു കൂടിയിട്ടാണ് മറ്റെല്ലാ രാജാക്കന്മാരും അവിടെ നിന്ന് യാത്ര പറഞ്ഞ് അവരവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയത്. സുദർശനോ മാതൃവധൂസമേത സുബാഹുമാപൃച്ഛ്യ രഥാധിരൂഢ പുരീമയോധ്യാം പ്രവിശൻ പുരേവ സീതാപതിസ്തോഷയതി സ്മ സർവാൻ.
സുദർശനൻ സുബാഹുവിനോട് യാത്ര ചോദിച്ച് വധുവായിട്ടുള്ള ശശികലയെയും കൂട്ടി കോസല രാജ്യത്തേക്ക് പുറപ്പെടുകയാണ്. അമ്മ മനോരമാദേവിയും ഒപ്പമുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് അയോധ്യ പട്ടണത്തിൽ എത്തിച്ചേരുകയാണ്. മുൻപ് ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ച് സീതാ ലക്ഷ്മണ സമേതനായി മടങ്ങിയെത്തിയപ്പോൾ അന്നത്തെ അയോധ്യാവാസികളെല്ലാം അത്യധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് അവരെ സ്വീകരിച്ചത്. അതുപോലെ ബാല്യത്തിൽ തന്നെ നാടുവിട്ടുപോയ സുദർശനൻ തിരിച്ചു വന്നപ്പോഴും അവർ വളരെയധികം സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ലീലാവതിം പ്രാപ്യ വിമാതരം ച നത്വാ വിഷണ്ണാം ഹതപുത്രദാതാം സദുക്തിഭിഃ കർമ്മഗതി പ്രബോധ്യ സസാന്ത്വയാമാസ മഹേഷി ഭക്ത. അയോധ്യയിൽ മടങ്ങി വന്ന സുദർശനൻ ആദ്യം തന്നെ ലീലാവതിയെ നമസ്കരിക്കുക ആണ് ചെയ്തത്. ശ്രീരാമൻ വനത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം കൈകേയിയെ നമസ്കരിച്ചതുപോലെ അതുപോലെ തന്നെയാണ് സുദർശനനും മനോരമയുടെ സപത്നിയായിട്ടുള്ള ലീലാവതിയെ നമസ്കരിച്ചു. കൈകേയിയാവട്ടെ രാമന്റെ മുന്നിൽ അപരാധം ചെയ്ത ആളാണ്. എന്നാൽ ഇവിടെ ആ ലീലാവതി യാതൊരു അപരാധവും ചെയ്തിട്ടില്ല. എന്നാൽ ആ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഭർത്താവായിട്ടുള്ള ധ്രുവസന്ധി മുൻപേ തന്നെ മരിച്ചു. ലീലാവതിയുടെ പിതാവായിട്ടുള്ള യുധാജിത്തും ലീലാവതിയുടെ പുത്രനായ ശത്രുജിത്തും ഇപ്പോൾ കൊല്ലപ്പെട്ടു. ഈയൊരു അവസ്ഥയിലാണ് ലീലാവതി എന്ന് അറിയുന്ന സുദർശനൻ വിവേകത്തോടും വിനയത്തോടും കൂടിയിട്ടാണ് അവരുടെ അടുത്ത് പെരുമാറുന്നത്. ജീവിതത്തിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും അവരുടെ സാഹചര്യങ്ങൾ മാറാം, അവസ്ഥകൾ മാറാം. അതിനെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. വരുന്നതായ അനുഭവങ്ങളെ ധൈര്യത്തോടുകൂടി നേരിടുക എന്നത് മാത്രമാണ് മനുഷ്യസാധ്യമായിട്ടുള്ളത്. ഈ തത്വങ്ങളെ ലീലാവതി മാതാവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി പരിചരിക്കുകയും ഒക്കെ ചെയ്തു സുദർശനൻ എന്നാണ് പറഞ്ഞത്. ജനേഷു പശ്യൽസു സുദർശനോത്ര ത്വാം പൂജയിത്വാ ഗുരുണാഭിഷിക്ത രാജ്യേ ത്വദീയം ഗൃഹമാശു കൃത്വാ പൂജാവിധാനാദിജ സംവ്യധത്ത. അയോധ്യയുടെ രാജാവായി അഭിഷേകം ചെയ്യേണ്ടത് സുദർശനനെ തന്നെയാണ്. തൻ്റെ പ്രജകളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് സുദർശനൻ ഒരു ദേവീ പൂജ ചെയ്തു. പിന്നീടാണ് ഗുരുവായ വസിഷ്ഠൻ സുദർശനനെ അഭിഷേകം ചെയ്തു. അയോധ്യയിൽ ദേവീ പൂജയ്ക്കായി ഒരു ദേവീ ക്ഷേത്രത്തിനെ നിർമ്മിക്കുകയും അവിടെ വിശേഷ അവസരങ്ങളിൽ വിശേഷാൽ പൂജകൾക്കൊക്കെയുള്ള ഏർപ്പാടുകളെ ചെയ്തു.
ശരൽക്കാലത്ത് നവരാത്രി ദിവസങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള പൂജ, നവരാത്രി കാലത്ത് നവരാത്ര വ്രതത്തോടുകൂടി ദേവീ ഉപാസന ചെയ്താൽ തീർച്ചയായും ആ ദേവീ കടാക്ഷം ലഭിക്കും. ബാല്യകാലത്ത് തന്നെ ഭരദ്വാജ ആശ്രമത്തിൽ നിന്ന് ലഭിച്ചതായ കാമരാജമന്ത്രം, അത് ജപിച്ചുകൊണ്ടാണ് സുദർശനന് വേണ്ടതെല്ലാം ലഭിച്ചത്. നഷ്ടപ്പെട്ട രാജ്യം ലഭിച്ചു. അനുരൂപയായിട്ടുള്ള പത്നിയെ, ശശികലയെ പത്നിയായി ലഭിച്ചു. എത്ര ദുർബലനാണെങ്കിൽ കൂടി ദുർബലനെ പോലും പ്രബലനാക്കി തീർക്കും ദേവി എന്നത് സുദർശനന്റെ കാര്യത്തിൽ ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ്. ദേവി പ്രഭാവത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കൂടി കഥയാണ് സുദർശനന്റെ ആ ഒരു ചരിത്രം. തസ്മിൻ നൃപേ ത്വൽസദനാനി കൃത്വാ ജനാ പ്രതിഗ്രാമപൂജയം സ്ത്വാം കാശ്യാം സുബാഹുശ്ച തഥാ കരോൽത്തെ സർവത്ര പേതു കരുണാകടാക്ഷ. ദേവീഭക്തനായിട്ട് സുദർശനൻ രാജ്യം ഭരിക്കുന്നതുകൊണ്ട് പ്രജകളും ദേവീഭക്തന്മാരായി മാറി. ഓരോ ഗ്രാമത്തിലും ക്ഷേത്രങ്ങളെ നിർമ്മിച്ച് ദേവി ആരാധനയെ ചെയ്യാൻ തുടങ്ങി. കാശി രാജ്യത്തിലും അതേപോലെ തന്നെ ആ ദേവിയുടെ കാരുണ്യം എല്ലായിടത്തും വ്യാപിച്ചു. ന കർമ്മണാ ന പ്രജയാ ധനേന ന യോഗസാംഖ്യാദിവിചിന്തയാ ച ന ച വ്രതേനാപി സുഖാനുഭൂതിർഭക്ത്യൈവ മർത്യ സുഖമേതി മാതാ. ഭക്തിരഹിതനായിട്ടുള്ള മനുഷ്യനെല്ലാം വെറുതെയാണ്, നിഷ്പ്രയോജനമാണ്. അങ്ങനെയുള്ള ഒരുവന് ധനം കൊണ്ടോ സാഖ്യ യോഗാദികളെ കൊണ്ടോ പ്രയോജനമില്ല, എല്ലാം ദുഃഖമയമാണ്. എന്നാൽ ഭക്തന് എല്ലാം സുഖകരമാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് ഭക്തി തന്നെയാണ്. നാഹം സുബാഹുശ്ച സുദർശനശ്ച നമേ ഭരദ്വാജമുനിശരണ്യ ഗുരു സുഹൃത് ബന്ധുരപി ത്വമേവ മഹേശ്വരീ ത്വാം സതതം നമാമി. ഭരദ്വാജ മഹർഷിയെ ശരണം പ്രാപിച്ച സുദർശനൻ ഭക്തനായി. കാശി രാജാവായിട്ടുള്ള സുബാഹുവും ഭക്തനായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള അനുകൂല സാഹചര്യം എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ ദശകം സ്തോത്രകാരൻ സമർപ്പിക്കുന്നത്. സുഹൃത്തും ബന്ധുവും ഗുരുവും എല്ലാം ദേവി തന്നെയാണ്. വേണ്ടതുപോലെ അനുഗ്രഹിച്ചാലും അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോട് കൂട്ടിയിട്ട് നമസ്കരിക്കുന്നു. ഇവിടെ ഈ സുദർശന ചരിതം, സുദർശനന്റെ കഥ ഈ ദശകത്തോടു കൂടിയിട്ട് അവസാനിക്കുകയാണ്. ശ്രീ മഹാദേവീ നമഃ.